ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 18ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 13 മുതൽ 21 വാക്യങ്ങൾ. ഇവിടെ മത്തായി 14 നമ്മൾ മുമ്പൊരിക്കൽ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അവന് അനുകമ്പ തോന്നി. ഈ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അനുകമ്പയാണ്. എ കംപ്ലീറ്റ് മാൻ ഇൻ ജീസസ് എന്ന് പറയുന്നത് കമ്പാഷൻ കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണ് ഈശോയുടെ അനുകമ്പ എന്ന് പറയുന്നത്. ഈശോ വളരെ വലിയ അനുകമ്പയോടുകൂടി ഈ മനുഷ്യരുടെ വിശപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെങ്കിലും ഈ ഭാഗത്ത് ചില കണക്കുകൾ രസകരമാണ്. കണക്കിങ്ങനെയാണ്. ഈ ഭാഗം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാർ ആയിരുന്നു. ഈ വർദ്ധിപ്പിച്ച് നൽകിയ അപ്പം ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരായിരുന്നു. ഇവിടെ ഒരാൾക്ക് ഒരപ്പം എന്ന രീതിയിൽ വർദ്ധിപ്പിച്ച് നൽകിയ കണക്കായിരിക്കാം 5 അപ്പം 5000 പേർക്ക് എന്ന് പറയുന്നത്. 5000 അപ്പം ഉണ്ടായിരിക്കാം, നമുക്ക് ചിന്തിക്കാം. മറ്റൊന്ന്, ബാക്കി വന്ന അപ്പം എല്ലാം കൂടെ ശേഖരിച്ചപ്പോൾ 12 കുട്ട നിറച്ചുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള വലിയ അപ്പമാണ്. നമ്മൾ ജീസസ് നസ്രത്ത് സിനിമയിലൊക്കെ അന്ത്യത്താഴമൊക്കെ കാണുമ്പോൾ ഒരു വലിയ അപ്പം എടുത്ത് ഇങ്ങനെ മുറിച്ച് എല്ലാവർക്കും 12 പേരും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പമായിട്ടൊക്കെ മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു വലിയൊരു ക്വാണ്ടിറ്റി. അത് ഒരാൾക്ക് കഴിക്കാനുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഒരു അപ്പം എത്ര അപ്പം എന്ന് പറയുന്നില്ല, പക്ഷേ 5000 പേർ ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. 12 കുട്ട ബാക്കി ഒന്നും പറയുന്നുണ്ട്. എന്താണെങ്കിൽ ഈ കണക്കിൽ ഇന്ന് ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുർബാനയ്ക്ക് ഒരു ചെറിയ തിരുനാളിൻ്റെ കുർബാനയും പ്രസംഗവും എന്ന് പറഞ്ഞ് അവിടുത്തെ വികാരിച്ച് വിളിച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ചെറിയ തിരുനാളായതുകൊണ്ട് വലിയ ആളുകൾ, വലിയ ജനക്കൂട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ഇടദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്രിപ്പയർഡായിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. കൃത്യം 5 അപ്പച്ചന്മാരും 20 അമ്മച്ചിമാരും ഇരിപ്പുണ്ട്. 25 പേര് പള്ളിക്കകത്ത്. ഒരു വലിയ പള്ളിക്കകത്ത് 25 പേര് കുർബാനയ്ക്ക് ഇരിപ്പുണ്ട്. തിരുനാൾ തുടക്കം കുർബാനയാണ്. തിരുനാൾ തുടക്കമല്ല, ഇടദിവസമാണ്. ഇടദിവസം തിരുനാളിനിടയ്ക്കുള്ള ഒരു ദിവസത്തെ കുർബാനയാണ്. തിരുനാൾ തുടക്കത്തിന് ആളുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത ഇതാണ്: ഈ 5:20 5:20 എന്ന് പറയുന്ന ഒരു റേഷ്യോ നമുക്കിവിടെ കാണാം. 5 ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ 20 സ്ത്രീകൾ ഉണ്ട്. ഈ പ്രാർത്ഥനാ കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഒരു കൺവെൻഷൻ വെച്ചാൽ അല്ലെങ്കിൽ പള്ളിയിൽ ഒരു പ്രത്യേക പാട്ടുപൂജ വെച്ചാൽ, ഞായറാഴ്ച കുർബാന നോക്കിയാലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ നോക്കാം കുടുംബ യൂണിറ്റ് BCC ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രാർത്ഥനകൾ നടക്കുമ്പോൾ പുരുഷന്മാർ ഇപ്പോൾ 1-2 പുരുഷന്മാർ വരും 20 അമ്മച്ചിമാരുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റേഷ്യോ പറയുന്നത്. അത് നമ്മുടെ കാലഘട്ടത്തിലല്ല, അന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിന് വളരെ കൃത്യമായൊരു ഉദാഹരണം കുരിശിൻ ചുവട്ടിലും കല്ലറയിലും കാണാൻ സാധിക്കും. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതെല്ലാം അവിടെ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ആണും പിന്നെ 3-4 സ്ത്രീകൾ. കല്ലറയിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ പുരുഷന്മാരേ ഇല്ല, സ്ത്രീകൾ മാത്രം, സ്ത്രീകൾ കൂടുതൽ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈശോ എന്ന് പറയുന്ന ഒരു യഹൂദ റബ്ബിയോ നിയമജ്ഞനോ എന്ന രീതിയിൽ ഒഫീഷ്യലായിട്ട് പഠിപ്പിക്കുമ്പോൾ യഹൂദ ഒരു സെമിറ്റിക് മതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നാൽ മതി, ആണുങ്ങൾ മാത്രം പോയാൽ മതി എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് ആണുങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയൊരു സംഭവം പറയാൻ പറ്റത്തില്ല. കാരണം ഈശോ അങ്ങനെ ഒരു ഒഫീഷ്യൽ ടീച്ചറല്ല. ഈശോ ഒരു നാടോടി ഗുരു എന്ന രീതിയിലാണ് ഈശോയെ കാണുന്നത്. അപ്പോൾ ഈശോയുടെ ഇതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇന്ന ആൾ വരാൻ പാടില്ല, സ്ത്രീകൾ ഇത്രേ വരാവുള്ളൂ, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാവരും വന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ റേഷ്യോ അനുസരിച്ച് നമ്മൾ നോക്കിയാൽ ഒരു പക്ഷേ 5000 പുരുഷന്മാർ പറയുന്ന വാക്കിയാണ്. സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. കുട്ടികളായിരുന്നു നമുക്ക് അത്രയും സീരിയസ് ആയിട്ട്. കുട്ടികൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും വരുന്നുണ്ട്, അങ്ങനെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഈ സ്ത്രീകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 5000 പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 20,000 സ്ത്രീകൾ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ 5 അപ്പം 25,000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതാവും ഉചിതം. യഥാർത്ഥത്തിൽ 5 അപ്പം 5000 പേർ പുരുഷന്മാരാണ്. അങ്ങനെയെങ്കിൽ 20,000 പേര്, 10,000 എന്ന് പറഞ്ഞാൽ പോലും
ഒരു 15,000 പേർക്ക് അല്ലെങ്കിൽ 25,000 പേർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച ഈശോയുടെ അത്ഭുതം എന്നാണ് നമ്മളിതിനെ വായിക്കുന്നത്. ഇപ്പോൾ 25,000 അല്ല, ഒരു 30,000-ഓളെങ്കിലും അപ്പം വർദ്ധിപ്പിച്ച് നൽകിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം സഭയുടെ എക്കാലത്തെയും ബലം സ്ത്രീകളുടെ പ്രാർത്ഥന. സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നു, അവരുടെ വിശ്വാസം, അവർ പുരുഷന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നു, മക്കളെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നു. അതാണ് സഭയുടെ ബലം. എപ്പോഴും ഈശോയുടെ പിന്നാലെ നടന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. അങ്ങനെ പാതാന്ത്യത്തിൽ നിന്ന് വചനം കേൾക്കാനൊക്കെ തീക്ഷ്ണമായ താല്പര്യം കാണിച്ചൊരു മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 12 പേർക്കും അങ്ങനൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് നമ്മൾ എവിടെയും വായിക്കുന്നില്ല. അവരിങ്ങനെ പാതാന്ത്യത്തിൽ പോയിരുന്ന് പക്ഷസ്യം ചാരിക്കിടന്നൊക്കെ യോഹന്നാനെക്കുറിച്ച് പറയുന്നെങ്കിൽ പോലും ആ പാതാന്ത്യത്തിൽ നിന്ന് വചനം കേൾക്കാനായിട്ട് ദാഹിച്ച് കൊതിച്ച് കാത്തിരിക്കുന്ന ഒരാളെക്കുറിച്ചും നമ്മൾ ഈ 12 പേരിൽ നിന്നും ആരെക്കുറിച്ചും കേൾക്കുന്നില്ല. അത് മറിയത്തിന്, ഈ ബെഥാനിയയിലെ മറിയത്തിന് അവകാശപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ പിന്നെ ഇങ്ങനെ വെച്ച് വിളമ്പാൻ നടക്കുന്ന മാർത്തയും എല്ലാം ആ സ്ത്രീകൾ ഇങ്ങനെ ഈശോയുടെ പുറകെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ കൃത്യമായൊരു അവതരണമാണ്. ലൂക്കായുടെ സുവിശേഷം അങ്ങനെ കുറച്ച് ആളുകളുടെ പേരുകൾ പോലും പറയുന്നുണ്ട്. ഇങ്ങനെ ഈശോയെ സഹായിക്കുകയും ഈശോയോടൊപ്പം നടക്കുകയും ചെയ്ത സ്ത്രീകളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട്. ഇത് ഇനിയും വളരണം. നമുക്ക് നമ്മുടെ ഒരു ആധുനിക കാലഘട്ടത്തിൽ പള്ളിയിൽ കയറാൻ ഈ ഈക്വാലിറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പുരുഷന്മാർ പള്ളിയിൽ കയറത്തില്ലെങ്കിൽ സ്ത്രീകളും പള്ളിയിൽ കയറത്തില്ല, അല്ലെങ്കിൽ പെൺകുട്ടികളും പള്ളിയിൽ കയറത്തില്ല എന്നൊക്കെ ഒരു അത്തരത്തിലൊരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പം പ്രായത്തിലേക്ക് കിടക്കുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ പള്ളിയുമായിട്ട് ഉള്ളൊരു ബന്ധം, അല്ലെങ്കിൽ ഈശോയായിട്ടുള്ളൊരു ബന്ധം, പള്ളിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതിനേക്കാൾ ഈശോയായിട്ടുള്ളൊരു ബന്ധം കുറയുന്നുണ്ടോ എന്നുള്ളൊരു വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മുടെ വീടായാലും സമൂഹമാണെങ്കിലും എവിടെ ആണെങ്കിലും അതിനെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുത്തുന്നത് സ്ത്രീകൾ തന്നെ. അതിന് ഇവിടെ ഒഴിച്ചു നിർത്തിക്കൊണ്ടൊരു കണക്ക് പറയുമ്പോൾ അതും കൂടെ ഉൾച്ചേർത്തുകൊണ്ടൊരു കണക്ക് ചിന്തിക്കുന്നതിലൂടെ ഈശോ വർദ്ധിപ്പിച്ച അപ്പത്തിൻ്റെ ബാഹുല്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ 5 അപ്പം 25,000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു എന്ന് വേണം നമുക്കിതിനെ വായിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ ബലം. ഇനി ഈ പുരുഷന്മാർ, ഞാൻ ചിലങ്ങനെ കമൻറ്റേറ്റേഴ്സൊക്കെ വായിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല സ്ത്രീകൾ, കുട്ടികൾ, അപ്പോൾ അവരെ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, അവർക്ക് വോട്ടിംഗ് അവകാശം പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ അവരൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കമൻറ്റേറ്റർ പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ വളരെ കുറച്ച് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നതുകൊണ്ടാണ് പുരുഷന്മാരുടെ എണ്ണം എടുത്ത് എഴുതിയത്, 5,000 എന്നുള്ള എണ്ണം എടുത്ത് എഴുതിയത്. സ്ത്രീകളെ അങ്ങനെ എണ്ണാനായിട്ട് നിന്നില്ല. പക്ഷേ എനിക്ക് ചിന്തിക്കാൻ താല്പര്യം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് പുരുഷന്മാരെ എണ്ണി തിട്ടപ്പെടുത്തിയെടുത്താൽ 5,000 ഉണ്ടെന്ന് പിന്നെ എണ്ണിയെടുക്കാം, സ്ത്രീകളെ എണ്ണിയിട്ട് അങ്ങോട്ട് തീരുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് കൂടി നമുക്കിങ്ങനെ എടുക്കാം. അതുകൊണ്ട് പിന്നെ എണ്ണൽ നിർത്തി, സ്ത്രീകളെയും കുട്ടികളെ എണ്ണണ്ട, തൽക്കാലം പുരുഷന്മാരെ എണ്ണി കണക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സുവിശേഷന്മാരെല്ലാം ശ്രദ്ധിച്ചു എന്ന് വേണം നമുക്ക് ചിന്തിക്കാനുള്ളത്. നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരെ, അമ്മമാരെ, സഹോദരിമാരെയൊക്കെ പള്ളിയിൽ പോകാനായിട്ടുള്ള താല്പര്യമൊക്കെ അവർ കാണിക്കുമ്പോൾ നമ്മൾ പല കുറ്റങ്ങളും പറയും. അവിടെ പോയി നുണ പറയാനാണ്, അവിടെ പോയി ഇങ്ങനെ ഒരു ഞായറാഴ്ച പോയി ഒരു ഫാഷൻ പരേഡ് നടത്താനാണ്, അങ്ങനെ നമ്മൾ പല കുറ്റങ്ങളും പറയും. പക്ഷെ ഒരു കുറ്റവും പറയാതെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, അമ്മച്ചിമാരെ, അമ്മാമ്മമാരെ, അമ്മൂമ്മമാരെ, സഹോദരിമാരെ, ചേച്ചിമാരെ, അനിയത്തിമാരെയൊക്കെ സഭയെ ബലപ്പെടുത്താനായിട്ട് ഇനിയും ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ വിളിച്ചു കൂട്ടുന്ന പ്രാർത്ഥനകൾ, അതിനൊക്കെ നമുക്ക് പങ്കുചേരാം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ BCC ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് സംവരണം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പുരുഷന്മാർ കയറി വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇത്രയും പേരെടുക്കണം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായും പങ്കെടുക്കുന്ന വ്യക്തികൾ, സ്ത്രീയോ പുരുഷനോ ആകട്ടെ, വ്യക്തികളെ നമ്മൾ എലക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ പുരുഷ സംവരണമാണ് പിന്നീട് ആവശ്യമായിട്ട് വരുന്നത്. കാര്യം അതിൽ മൊത്തം സ്ത്രീകളായി പോകും. കാരണം എല്ലാത്തിനും വരുന്ന സ്ത്രീകൾ മാത്രമാണ്. പുരുഷന്മാരിങ്ങനെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു കൂട്ടർ മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ കാണും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനാ കാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട്. മറ്റ് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് പേര് കാണും, പ്രാർത്ഥനാ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വളരെ കുറച്ച് പുരുഷന്മാരെ കാണാൻ സാധ്യതയുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തു ഇതാണ്. ഈ പറയപ്പെടുന്ന ഒഴിച്ച് നിർത്തിയിട്ട് എടുത്തൊരു കണക്ക് ഇവിടെ കുറിച്ച് വയ്ക്കുമ്പോൾ വ്യക്തമാകുന്നൊരു വസ്തുതയുണ്ട്. ആ എഴുതപ്പെടാത്ത കണക്കാണ് സഭയുടെ ബലം. സ്ത്രീകളുടെ എഴുതപ്പെടാത്ത എണ്ണമാണ് സഭയുടെ ബലം.
ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷേ ആ ഒഴികെ എന്ന് പറഞ്ഞ് എഴുതപ്പെടാത്തൊരു കണക്കുണ്ടല്ലോ, ആ കണക്കാണ് സഭയുടെ ബലം. ആ കണക്ക് ഇനിയും വർദ്ധിക്കട്ടെ, ഇനിയും സഭയുടെ ബലമായി അത് മാറട്ടെ.